ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 4 വർഷങ്ങളായി തെങ്ങയിൽ നിന്ന് വീണ് തളർന്നു കിടന്ന രാമൻ എന്നു പേരായ ഒരു അക്രൈസ്തവ സഹോദരനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവന്നു. അയാൾ ധ്യാനിക്കാനായിട്ട് വരുമ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, വചനം എന്താണെന്ന് കാര്യമായിട്ടൊന്നും അയാൾക്ക് അറിയത്തില്ല. അയാൾ 4 വർഷമായിട്ട് തെങ്ങയിൽ നിന്ന് വീണതിൻ്റെ ഫലമായി തളർന്നു കിടക്കുന്ന ഈ സഹോദരനെ കഴിഞ്ഞ 4 വർഷങ്ങളായി ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ അവസാനം വിധി എഴുതി, ഇനി രാമൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് കേട്ട് അങ്ങനെ പലരുടെയും സഹായത്തോടു കൂടി ഒരു ആംബുലൻസിൽ കടത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സഹായിക്കാനായിട്ട് കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾ കടന്ന് ധ്യാനിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കടത്തി. സ്നേഹമുള്ളവരെ, കിടപ്പ് രോഗികൾക്ക് കിടന്ന് വചനം കേൾക്കാനും കർത്താവിനെ ആരാധിക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. അങ്ങനെ കിടപ്പ് രോഗികളായിട്ട് ധ്യാനിക്കാൻ വരുന്നവരുടെ മുമ്പിൽ അവർക്ക് TV വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഈ ടെലിവിഷനിലൂടെയാണ് സ്റ്റേജിലെ ശുശ്രൂഷ കാണുകയും കേൾക്കുകയൊക്കെ അവർ ചെയ്യുന്നത്. അങ്ങനെ രാമൻ കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു TV ഉണ്ട്. അതിലൂടെയാണ് രാമൻ വചനം കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഈശോയെക്കുറിച്ച് കേൾക്കുന്നത്. ഈശോയെക്കുറിച്ച് കേൾക്കും തോറും രാമൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമായി. യേശുവിലുള്ള വിശ്വാസം അവന് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അവൻ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം, അന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും അനുദപിച്ച് കുമ്പസാരിക്കാൻ പോകുന്ന ദിവസം, നല്ല കുമ്പസാരം നടത്തുന്ന ദിവസം, രാമൻ അക്രൈസ്തവനായതുകൊണ്ട് അവന് കുമ്പസാരിക്കാൻ സാധിക്കില്ല. എന്നാൽ അക്രൈസ്തവരായിട്ടുള്ളവർക്ക് പാപമോചന ശുശ്രൂഷയും കഴിഞ്ഞ നാളുകളിലെ തെറ്റിനെ ഓർത്ത് അനുദപിച്ച് യേശുവിനോട് തൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് അങ്ങനെ വിശ്വാസത്തിൽ പാപക്ഷമ സ്വീകരിക്കുന്ന ഒരു അനുഭവം, അതാണ് അക്രൈസ്തവർക്ക് ധ്യാന ദിവസങ്ങളിൽ മറ്റുള്ളവർ കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവം. പക്ഷേ അവനിങ്ങനെ കേട്ടു, നിൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് നിൻ്റെ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തണമെങ്കിൽ നിന്നെ വേദനിപ്പിച്ച, നീ വേദനിപ്പിച്ച സകല വ്യക്തികളോടും ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ടാൽ മാത്രമേ നിൻ്റെ പാപങ്ങൾ കർത്താവ് മോചിക്കുള്ളൂ. നിൻ്റെ പാപം മോചിച്ച് കിട്ടിയാൽ മാത്രമേ നിൻ്റെ രോഗം സുഖപ്പെടുകയുള്ളൂ. നിൻ്റെ നഷ്ടങ്ങളെല്ലാം ലാഭമായി മാറുകയുള്ളൂ. നിൻ്റെ പരാജയങ്ങളെല്ലാം വിജയമായി മാറുകയുള്ളൂ. നിൻ്റെ തകർച്ചകളെല്ലാം ഉയർച്ചയായി മാറുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് ഒരു രോഗിയിൽ ഇടപെടണമെങ്കിൽ, തകർന്ന വ്യക്തിയിൽ ഇടപെടണമെങ്കിൽ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളാൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇറങ്ങി വരണമെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യതയിലേക്ക് വന്നാലേ എൻ്റെ പാപം മോചിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധ്യം ശക്തമായിട്ട് ഈ രാമൻ്റെ മനസ്സിൽ പതിഞ്ഞപ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി. അതായത് കുറേ നാളുകളായിട്ട് ഈ രാമനും അവൻ്റെ അനുജനും തമ്മിൽ കടുത്ത വൈരാഗ്യത്തിലാണ്. വസ്തുവിൻ്റെ പേരിൽ വീതം വെച്ചപ്പോൾ, കുടുംബസ്വത്ത് വീതം വെച്ചപ്പോൾ അത് തമ്മിൽ ഉണ്ടായ തർക്കമാണ് വെറുപ്പായി, വൈരാഗ്യമായി. ഈ രാമൻ സഹോദരനെതിരായിട്ട് പല കോടതിയിലും കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാമൻ മനസ്സിലായി, എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ, എൻ്റെ രോഗം സുഖപ്പെടണമെങ്കിൽ ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള മാനസികമായിട്ടുള്ള അകൽച്ച മാറ്റിയാലേ ദൈവം ഇടപെടുകയുള്ളൂ. അവൻ എന്ത് ചെയ്തു?
അവൻ തൻ്റെ മൊബൈൽ ഫോണിൽ നാളുകളായിട്ട് സംസാരിക്കാത്ത അനുജനെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും നീയും തമ്മിലുള്ള എല്ലാ വഴക്കിൻ്റെയും പിന്നിലെ കാരണക്കാരൻ ഞാൻ മാത്രമാണ്. എനിക്ക് തെറ്റിപ്പോയി. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞിട്ട് അവൻ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇവിടെ ധ്യാനം കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച് കിട്ടിയാൽ ഞാൻ ഏറ്റവും ആദ്യം നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യമെല്ലാം നേരിട്ട് നിന്നോടൊന്ന് പറഞ്ഞോളാം. നിനക്ക് വസ്തുവിൻ്റെ കാര്യത്തിൽ എന്താണോ തർക്കമായിട്ടുള്ളത് നീ പറയുന്നത് പോലെ ഞാൻ നിനക്ക് വസ്തു വീതിച്ച് തന്നോളാം. നീ എന്നോട് ക്ഷമിക്കണം. ഇനി എനിക്ക് നടന്നു വരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മകനെ കൊണ്ട് ഞാനത് നിനക്ക് നടത്തി തന്നോളാം. നീ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് ഫോണിലൂടെ അനുജനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം കുറച്ച് സമയമായിട്ട് അനുജൻ്റെ ഇങ്ങോട്ട് ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അപ്പം ജ്യേഷ്ഠൻ വീണ്ടും ചോദിച്ചു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, അപ്പോൾ ഫോണിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന അനുജൻ ആ ഫോണിലൂടെ കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അതെ, രണ്ടുപേരും അന്ന് വരെ ഉള്ളിലുണ്ടായിരുന്ന വെറുപ്പും വൈരാഗ്യവും എല്ലാം ഏറ്റുപറഞ്ഞ് മാനസികമായിട്ട് വലിയൊരു സ്നേഹത്തിലും ഐക്യത്തിലുമായി. രാമൻ്റെ മനസ്സ് വളരെയധികം സ്വതന്ത്രമായി. തൻ്റെ പാപം മുഴുവൻ കർത്താവ് ക്ഷമിച്ചു. വലിയ സന്തോഷമായി. തുടർന്ന് ധ്യാന ദിവസങ്ങളിൽ നന്നായിട്ട് വചനം കേട്ട് പ്രാർത്ഥിക്കുക. ധ്യാനത്തിൻ്റെ വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ ആന്തരിക സൗഖ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആന്തരിക സൗഖ്യ ആരാധന അൾത്താരയിലെ തിരുവോസ്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിനെ രാമൻ കാണുന്നത് തൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള TV-യിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവോസ്തി രൂപനായ കർത്താവ്. ഇവൻ ആ യേശുവിലേക്ക് നോക്കി അവനിങ്ങനെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കിടക്കുകയാണ്. അങ്ങനെ അവൻ കുറേ സമയം അങ്ങോട്ട് നോക്കി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കിടക്കുമ്പോൾ ആ തിരുവോസ്തിയിൽ നിന്നും അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ കാണുന്നു, ജീവിക്കുന്ന യേശു അവിടെ നിന്നിറങ്ങി നടന്ന് അവൻ കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന യേശുവിനെയാണ് രാമൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്. ഉടനെ രാമനോട് ഈശോ സംസാരിക്കുന്നപ്പോൾ അവന് തോന്നി, നീ നിൻ്റെ 2 കൈയും കട്ടിലേൽ കുത്തി എഴുന്നേറ്റിരിക്കുക. അവൻ യേശുവാണ് തന്നോട് പറയുന്നത്, വിശ്വസിച്ചു. യേശു പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവൻ 2 കൈയും കട്ടിലേൽ കുത്തി എഴുന്നേറ്റിരിക്കാൻ നോക്കി. അവൻ നന്നായിട്ട് എഴുന്നേറ്റിരിക്കാൻ സാധിക്കുന്നു. ഉടനെ അടുത്ത സ്വരം അവൻ കേൾക്കുകയാണ്, നീ നിൻ്റെ 2 കാലുകളും കട്ടിലിന് പുറത്തേക്കിട്ട് ആ കാലുകൾ നീ എഴുന്നേറ്റ് നിൽക്കുക. യേശുവാണ് പറയുന്നത്. അവൻ യേശുവിനെ അല്ലാതെ വേറെ ആരെ കാണുന്നില്ല. യേശുവിൻ്റെ ശബ്ദമല്ലാതെ വേറെ ആരും അവൻ കേൾക്കുന്നില്ല. അവൻ ആ യേശു പറഞ്ഞതുപോലെ കട്ടിലിന് പുറത്തേക്ക് 2 കാലുകൾ ഇട്ടിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് നോക്കി. അവന് നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് സാധിക്കുന്നു. അവൻ്റെ ഉള്ളിൽ സന്തോഷമായി. 3-ാമത്തെ സ്വരം അവൻ കേൾക്കുക. തൊട്ടപ്പുറത്ത് മാറി അവനെ ശുശ്രൂഷിക്കാനായിട്ട് നിന്നിരുന്ന ഭാര്യ അവിടെ നിന്ന് അൾത്താരയിലേക്ക് നോക്കി ആരാധനയിൽ ഈശോനെ വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ മുട്ടുകുത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാര്യനെ കാണിച്ചിട്ട് പറയാണ്, നീ നടന്നു പോയി നിൻ്റെ ഭാര്യനെ തോണ്ടി വിളിക്കുക. അവൻ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് എടുത്ത് നോക്കി നന്നായിട്ട് നടക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നടന്നു പോയി അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യനെ തോണ്ടി വിളിച്ചപ്പോഴാണ് തൻ്റെ ഭർത്താവിന് കർത്താവ് നൽകിയ അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് അവൻ്റെ ഭാര്യ പോലും അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ,
ആ ആഴ്ചയിലെ ധ്യാനത്തിൽ രോഗസൗഖ്യം കിട്ടിയതായ വ്യക്തികൾ സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഈ സാക്ഷ്യപ്പെടുത്തിയ രാമൻ്റെ ജീവിതം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. രാമൻ പറഞ്ഞു, 4 വർഷമായിട്ട് തെങ്ങയിൽ നിന്ന് വീണ് തളർന്നു കിടന്ന എന്നെ ഇന്നലെ രാത്രി ആന്തരിക സൗഖ്യ ആരാധന സമയത്ത് യേശു വന്നു എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞു. എനിക്ക് പൂർണ്ണ ആരോഗ്യവും സൗഖ്യം കിട്ടി. ഇത് എനിക്ക് ലഭിക്കാൻ കാരണം ഞാനും എൻ്റെ അനുജനും തമ്മിലുള്ള വസ്തു തർക്കത്തിൻ്റെ പേരിൽ ഉണ്ടായ വെറുപ്പും വൈരാഗ്യവും ഞാൻ കുമ്പസാരത്തിൻ്റെ അന്ന് ഫോണിലൂടെ വിളിച്ച് അനുജനുമായിട്ട് രമ്യപ്പെട്ട് അനുജൻ പറയുന്നത് പോലെ എൻ്റെ വസ്തു മുഴുവൻ ഞാൻ വീതിച്ചു കൊടുത്തേക്കാമെന്ന ആ ഉറപ്പ് ഞാൻ ഈശോയുടെ മുമ്പിൽ എടുത്തപ്പോഴാണ് ഈശോ എനിക്ക് ഈ അത്ഭുതകരമായ സൗഖ്യം തന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനം തരുന്ന ഉറപ്പ്, ഒന്നാമത്തെ ഉറപ്പ് ഇതാണ്: ഒരു വാഗ്ദാനവും വാഗ്ദാനത്തിൻ്റെ കൂടെ ഉറപ്പും. ഒരു വാഗ്ദാനവും വാഗ്ദാനത്തിൻ്റെ കൂടെ ഉറപ്പും. അതാണ് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം: നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടാൻ നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുവിൻ. പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുവിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം മാനസികമായിട്ട് എവിടെ അകൽച്ചയും എവിടെ ഇഷ്ടക്കുറവുമുണ്ടോ ആ അകൽച്ചയും ഇഷ്ടക്കുറവും നിങ്ങൾ നേരെയാക്കിയാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. അതെ, അപ്പോൾ രോഗം സുഖപ്പെടണമെങ്കിൽ ഉള്ളിൽ ആരോട് ഇഷ്ടക്കുറവോ സ്നേഹക്കുറവുണ്ടോ അത് പൂർണ്ണമായിട്ടും ക്ഷമിച്ച് രമ്യതയിലേക്ക് വരണം. സ്നേഹമുള്ളവർ, സാധാരണ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വരുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദിവസം അത് കുമ്പസാരത്തിന് ശേഷമുള്ള ആരാധന നിമിഷങ്ങളിലാണ്. കാരണം നാളുകളായി, വർഷങ്ങളായി ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയുമായിട്ട് കഴിയുന്ന വ്യക്തികൾ കർത്താവിൻ്റെ വചനം കേട്ട് ആ വചനത്താൽ ഇന്നലകളിലെ വെറുപ്പ് വൈരാഗ്യം എല്ലാം മാറ്റി സ്നേഹത്തിലും രമ്യതയിലേക്കും കടന്നു വരാനായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ നാളുകളായിട്ട് തളർന്നു കിടന്നവർ, വൈദ്യശാസ്ത്രം കൈവിട്ടവർ, പലവിധത്തിലുള്ള ശാരീരികമായ രോഗവേദന പീഡകളാൽ കഴിയുന്നവർ, അവർക്കൊക്കെ ശരീരത്തിന് ആരോഗ്യവും രോഗങ്ങളിൽ സൗഖ്യവും കർത്താവ് തരുന്നു. അതുകൊണ്ട് ഏത് രോഗിയും തൻ്റെ രോഗത്തിന് ഡോക്ടറെ അടുക്കൽ ചികിത്സിക്കാൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും മാറാത്തതായ വേദന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് എൻ്റെ ഉള്ളിൽ എനിക്കാരോടെങ്കിലും ഇഷ്ടക്കുറവോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടോ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഏതെങ്കിലും കാരണങ്ങളാൽ വെറുപ്പിരിപ്പുണ്ടെങ്കിൽ ഈ ഉള്ളിലെ വെറുപ്പ്, ഈ ഉള്ളിലെ വൈരാഗ്യം ശരീരത്തിലെ ആരോഗ്യത്തെ കളയും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ രോഗമായി വേദനയായി അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിട്ടുമാറാത്ത ചില ശാരീരിക രോഗങ്ങൾക്ക്, വേദനകൾക്ക് പല വിധത്തിലുള്ള ഡോക്ടർമാരുടെ അടുക്കലും പല ആശുപത്രിയിൽ മാറി മാറി കാണും. സ്കാൻ ചെയ്യുന്നു, എക്സ്റേ എടുക്കുന്നു, ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ശേഷം അവസാനം പരിശോധിക്കുന്ന ഡോക്ടർ പറയും സ്കാൻ ചെയ്തപ്പോൾ വേദനയുണ്ട് എന്ന് പറഞ്ഞ് ശരീരഭാഗം ഓക്കെ. അവിടെ വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ണുകൾക്ക് ഒരു രോഗകാരണം, വേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അങ്ങനെ കുഴപ്പമില്ല, എന്നാൽ ഇയാൾക്കൊട്ട് വേദന മാറുന്നുമില്ല. അപ്പം വ്യത്യസ്തമായ ആശുപത്രികൾ, ഡോക്ടർമാർ മാറി മാറി മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുമില്ല. എന്താ ഈ കുറവില്ലാത്തതിന് കാരണം? കുറവില്ലാത്തതിൻ്റെ കാരണം ശരീരത്തിലെ രോഗമല്ല, മറിച്ച് മനസ്സിൽ
വെറുപ്പും ദേഷ്യവും ക്ഷമിക്കാൻ പറ്റാത്തതായ അവസ്ഥ വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലരുടെയൊക്കെ ശരീരത്തിൽ വിട്ടുമാറാത്ത ചില ചൊറിച്ചിലുകൾ, അതുപോലെ തന്നെ ചില അലർജി രോഗങ്ങൾ, പല വിധത്തിലുള്ള അലർജി രോഗങ്ങളുടെയും സോറിയാസിസ് പോലെയുള്ളതായ ചില വിട്ടുമാറാത്ത ശാരീരിക രോഗങ്ങളുടെയും എല്ലാം പിന്നിൽ ഈ ഒരു മനസ്സിലെ വെറുപ്പും വൈരാഗ്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക. ഇതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള എല്ലാ രോഗ അലർജിയുടെയും എല്ലാ വിധത്തിലുള്ള ശാരീരികമായ ചൊറിച്ചിലുടെ എല്ലാം കാരണം വെറുപ്പാണ്, വൈരാഗ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഏത് ശാരീരികമായ രോഗത്തിനും വേദനയ്ക്കും ചികിത്സയ്ക്കും ഡോക്ടർമാരെ വൈദ്യശാസ്ത്രത്തെ സമീപിക്കുന്നതിന് മുമ്പ് നീ പരിശോധിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ നിൻ്റെ മനസ്സിൻ്റെ തലത്തെ നീ ഒന്ന് പതിപ്പിക്കണം. നിൻ്റെ മനസ്സിൻ്റെ തലത്തെ, നിൻ്റെ ചിന്തയുടെ തലത്തെ, നിൻ്റെ ജീവിതത്തിൻ്റെ തലത്തെ, നിൻ്റെ ഇന്നലകളിലെ ജീവിത വഴികളുടെ തലത്തെ നീ ആ സ്നേഹത്തിൻ്റെ കണ്ണാടിയിൽ പതിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും ശരീരഭാഗങ്ങളിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നത് പോലെയുള്ള ചില കറുപ്പുകൾ, ചില പോരായ്മകൾ, വൈകല്യങ്ങൾ ആ കണ്ണാടിയിലുണ്ടെങ്കിൽ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണാടിയിൽ നിൻ്റെ മനസ്സ് പതിയുമ്പോൾ ആ മനസ്സിൻ്റെ തലങ്ങളിൽ എവിടെയെങ്കിലും കറുപ്പ് കുത്തുകളോ പാടുകളോ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, ഇന്നലകളിലെ മാനുഷിക ബന്ധങ്ങളിൽ എവിടെയോ ചില മാനസിക അകൽച്ചകളുണ്ട്. ഈ മാനസിക അകൽച്ചകൾ ശരിയാക്കാതെ നിൻ്റെ ശരീരത്തിലെ രോഗം മാറിയല്ല. നീ ആ മാനസിക അകൽച്ചകൾ ശരിയാക്കിയാൽ ചിലപ്പോൾ ഡോക്ടറെ പോയി കാണാതെ മരുന്ന് കഴിക്കാതെ തന്നെ നീ ശാരീരികമായും പൂർണ്ണമായിട്ടും ഓക്കെ ആകും, ആരോഗ്യവാൻ ആരോഗ്യവതി ആകും എന്നൊരു സത്യം ദൈവത്തിൻ്റെ വചനം നിന്നെ ഓർപ്പിക്കുകയാണ്.